പരിശുദ്ധമായ മുഹറമിലെ പവിത്രമായ രാവിലാണ് നമ്മളുള്ളത്. വളരെ ബഹുമാനത്തിന്റെ രാവുകളാണ്, ദിനരാത്രങ്ങളാണ്, സമയങ്ങളാണ്. ഇമാം മഹാനായ ബദറുദ്ദീനുൽ ഐനി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയുടെ ശറായ ഉംദത്തുൽ ഖാരിയിൽ പറയുന്ന കാര്യങ്ങളാണ്. മുഹറം 10 വലിയ ബഹുമാനങ്ങളുണ്ട്. ആ 10 വരെയുള്ള ദിനരാത്രങ്ങൾക്ക് വലിയ ആദരവുകളുണ്ട്, വലിയ ബഹുമാനങ്ങളുണ്ട്. അള്ളാഹു ഏറെ ആദരിച്ച ദിനരാത്രങ്ങളാണ്, അള്ളാഹു ഏറെ ബഹുമാനിച്ച് ആദരിച്ച ദിനരാത്രങ്ങളാണ്. അതേ, വൽ ഫജ്രി വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ ആ പവിത്രമായ ദിനരാത്രങ്ങൾ അത് മുഹറമിലെ പവിത്രമായ ആദ്യത്തെ 10 ദിനരാത്രങ്ങളാണെന്ന് രേഖപ്പെടുത്തിയ മഹാന്മാരെ കാണാം. വൽ ഫജ്രി വലയാലിൻ അശ്ർ, അതേ പ്രഭാതത്തെ തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 ദിനരാത്രങ്ങളെ തന്നെയാണ് സത്യം. ആ 10 ദിനരാത്രങ്ങൾ ഏതാണ് എന്നതിൽ മഹാരഥന്മാരായ മുഫസ്സിരീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചില മഹാന്മാര് പറയുന്നു അത് പവിത്രമായ മുഹറമിലെ 10 ദിനരാത്രങ്ങളാണ്. കാരണമായി മഹാനായ ഇമാം ബദറുദ്ദീനുൽ ഐനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് മൂസാ നബി അലൈഹിസ്സലാമിനെ ചെങ്കടലിൽ നിന്ന് പിളർത്തിയെടുത്ത് ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് പവിത്രമായ മുഹറമിന്റെ ദിനരാത്രങ്ങളിലാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പല് ജൂദി പർവ്വതത്തിന്റെ മുകളിൽ പോയി നങ്കൂരമിട്ടത് അതേ പരിശുദ്ധമായ മുഹറമിന്റെ ദിനരാത്രങ്ങളിലാണ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം അവരെ മത്സ്യവയറ്റിൽ നിന്ന് അള്ളാഹു പുറത്തു കൊണ്ടുവന്ന ദിവസം, അതേ അതും മുഹറം 10 ദിവസമാണെന്ന് പറയുകയാണ്. ആദം നബി അലൈഹിസ്സലാമിനെ ആദരവ് നൽകിയ ദിനരാത്രങ്ങളെ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ചരിത്രപരമായ സംഭവത്തിന് സാക്ഷിയായ ദിനരാത്രങ്ങളെ, ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിലോകത്തേക്ക് സൃഷ്ടിച്ചതും ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടതുമായ ദിനരാത്രങ്ങളെ, മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു വലിയ പദവി നൽകിയ ദിനരാത്രങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പ്രസവിക്കപ്പെട്ട ദിനരാത്രങ്ങളെ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കണ്ണിന്റെ രോഗം മാറ്റി പൂർണ്ണമായ ശിഫായിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ദിനരാത്രങ്ങളെ, മഹാനായ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നമ്മുടെ കരളിന്റെ കഷ്ണമായ പൊന്നാര നബിയെ മഹാരഥന്മാരായ അമ്പിയാക്കൾക്ക് ലഭിക്കുന്ന വലിയ പദവിയാണല്ലോ മഅ്സൂമാവുക എന്ന പദവി, അഥവാ തെറ്റുകുറ്റങ്ങളിലേക്ക് പോകാത്തൊരു പദവി. അങ്ങനെ ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ മഅ്സൂമായി അല്ലാഹു തെരഞ്ഞെടുക്കുന്ന വലിയ പദവി. ആ പദവിയിലേക്ക് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു കൈപിടിച്ചുയർത്തിയ ദിനരാത്രങ്ങളാണത്രേ മഹത്തായ പരിശുദ്ധമായ മുഹറമിന്റെ ദിനരാത്രങ്ങളെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വലിയ ആദരവുള്ള ദിനരാത്രങ്ങളാണ്, സമയങ്ങളാണ്. ഇമാം ബദറുദ്ദീനുൽ ഐനി റളിയല്ലാഹു അൻഹു തുടരുന്നു. ചില പണ്ഡിതന്മാര് മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെയും അയ്യൂബ് നബി അലൈഹിസ്സലാമിനെയും സുലൈമാൻ നബി അലൈഹിസ്സലാമിനെയും ഇദ്രീസ് നബി
അലൈഹിസ്സലാമിനെ ആകാശത്തേക്ക് ഉയർത്തിയതും അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രയാസം നീക്കിയതും സുലൈമാൻ നബി അലൈഹിസ്സലാമിനിക്ക് അല്ലാഹു വലിയ അധികാരങ്ങൾ നൽകിയതുമെല്ലാം ഈ പവിത്രമായ ദിനരാത്രങ്ങളിലാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഇമാം ബദ്രുദ്ദീനുൽ ഐനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉംദത്തുൽ ഖാരിയിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. മാഷാ അല്ലാഹ്. അതുകൊണ്ട് വളരെ പുണ്യമേറിയ ദിനരാത്രങ്ങളാണ്, സമയങ്ങളാണ്, സന്ദർഭങ്ങളാണ്, നഷ്ടപ്പെടുത്തിക്കൂടാ. പരിശുദ്ധമായ മുഹറമിന്റെ ഒന്നാമത്തെ ദിവസം ഒരാൾ ബിസ്മി കൊണ്ട് ആരംഭിച്ച് 360 തവണ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ ആ വർഷം അയാൾക്ക് വരാനിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടാനത് കാരണമാകുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തി വച്ചതായി കാണാൻ കഴിയും. അതുകൊണ്ട് അതേ ഇന്നത്തെ രാത്രി അതിന്റെ സമയമാണ്, നാളെ പകല് മുഴുവനും അതിന്റെ സമയമാണ്. 360 തവണ ആയത്തുൽ കുർസി ഒരാൾക്ക് പാരായണം ചെയ്യാൻ സമയം കണ്ടെത്തിയാൽ ഓരോന്നിനും ബിസ്മി ചൊല്ലിക്കൊണ്ട് അതേ ആയത്തുൽ കുർസി ഓതണം. അങ്ങനെ ഓതിയാൽ വലിയ അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് വരാനിരിക്കുന്ന 360 ദിവസങ്ങൾ, 65 ദിവസങ്ങളിലെ വലിയ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് കാരണമാകുമേ എന്ന കാര്യം കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അല്ലാഹുവേ, ഈ പവിത്രമായ ദിനരാത്രങ്ങളെ കൊണ്ട് വിജയിക്കുന്ന നിന്റെ അടിയാറുകളിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. യാനത്തുത്വാലിബീനിൽ ഒരു ചരിത്രം കാണാം. അതേ ഒരു ഫക്കീറായ ഒരു കുടുംബം താമസിച്ചിരുന്നൊരു നാട്ടിലെ സുബ്ഹാനല്ലാഹ് പരിശുദ്ധമായ പവിത്രമായ മുഹറം 10 അന്ന് എല്ലാവരും നോമ്പനുഷ്ഠിച്ചു. അങ്ങനെ ഈ ഫക്കീറായ കുടുംബവും നോമ്പനുഷ്ഠിക്കുകയാണ്. നോമ്പ് തുറക്കാനായ സമയമായപ്പോ അവര് ഭക്ഷണം തേടി തിരിക്കുകയാണ്. ആരെങ്കിലും നമുക്ക് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം തരുമോ? അങ്ങനെ അതാ നാട്ടില് വലിയൊരു പണക്കാരനുണ്ട്, വലിയ പ്രമുഖ, വലിയ ധനാഢ്യനാണ്, വലിയ പണമുള്ളയാളാണ്, വലിയ സാമ്പത്തികമായ ശേഷിയുള്ളയാളാണ്. ആ വ്യക്തിയുടെ അടുക്കലേക്ക് ചെന്നു. അയാൾക്കാണെങ്കിൽ സ്വർണത്തിന്റെ പാത്രങ്ങളും സ്വർണത്തിന്റെ വെള്ളിയുടെയും ഒക്കെ പാത്രങ്ങൾ വിൽക്കുന്ന ഒരു മുസ്ലിമായ വലിയൊരു പണക്കാരനാണ്. അയാൾ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഇന്നത്തെ ദിവസത്തിന്റെ മഹത്വം അറിയുമോ? ആ ദിവസത്തിന്റെ ബഹുമാനത്തെ പരിഗണിച്ചുകൊണ്ട് ഞാൻ നോമ്പ് നോക്കിയിട്ടുണ്ട്, എനിക്കൊരു ദിർഹം കടം തരാമോ? സുബ്ഹാനല്ലാഹ്. നോമ്പ് തുറക്കാനുള്ള ഒരു വകയും എന്റെ കയ്യിലില്ല. പക്ഷേ അദ്ദേഹം അത് കൊടുക്കാൻ തയ്യാറായില്ല. ഞാൻ നിനക്കതൊന്നും തരാൻ തയ്യാറാവൂല എന്ന് പറഞ്ഞ് പാവപ്പെട്ട ആ ഫക്കീറായ മനുഷ്യനെ അയാള് മടക്കി അയക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഈ ഫക്കീറായ മനുഷ്യൻ നേരെ ചെല്ലുന്നത് ഒരു യഹൂദിയായ ഒരു മനുഷ്യന്റെ വീട്ടിലേക്കാണ്. അയാളോട് ചെന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എനിക്കൊരു ദിർഹം കടം തരുമോ? ഞാൻ നോമ്പ് നോൽക്കിയിട്ടുണ്ട്, എന്റെ കുടുംബത്തിനും നോമ്പുണ്ട്, അതുകൊണ്ടത് നോമ്പ് തുറക്കാൻ നമ്മുടെ കയ്യിൽ യാതൊരു പണവുമില്ല. അപ്പോഴാണ് യഹൂദിയായ മനുഷ്യൻ ചോദിക്കുന്നത്, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചപ്പോ, ഇന്ന് മുഹറം 10 ദിവസമാണ്, വലിയ ബഹുമാനമുള്ള ആദരവുള്ള ദിവസമാണെന്ന് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, യഹൂദിയായ മനുഷ്യനതാ അയാൾക്ക് 10 ദിർഹം അതേ വെറുതെ അങ്ങ് നൽകുകയാണ്, ഫ്രീ ആയി കൊടുക്കുകയാണ്. നിങ്ങൾ കൊണ്ടുപോയിക്കോ, സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചോ, നോമ്പനുഷ്ഠിച്ച് നോമ്പ് തുറന്നോ. സുബ്ഹാനല്ലാഹ്.
സുബ്ഹാനല്ലാഹ് വലിയ സന്തോഷമായി, വലിയ ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ ഈ ഫഖീറായ മനുഷ്യനതാ വീട്ടിലേക്ക് ചെല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്, അന്നത്തെ ദിവസം നേരത്തെ ഒരു ദിർഹം ചോദിച്ചിട്ട് കൊടുക്കാത്ത ഫഖീറുണ്ടല്ലോ, ആ ഫഖീറായ മനുഷ്യനൊരു സ്വപ്നം കാണുകയാണ്. ഖിയാമത്ത് നാളിന്റെ ഭയാനകതയാണ് കാണുന്നത്. സുബ്ഹാനല്ലാഹ്, ദാഹിച്ച് അവശനായി ഇങ്ങനെ ഓടുകയാണ്. ഈ ധനികനായ മനുഷ്യന് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാൻ ആരുമില്ല. വലിയ വേദനയായി. ആ ഓടുന്ന ഓട്ടത്തിന്റെ ഇടയിൽ അയാളതാ ഒരു മണിമാളിക കാണുകയാണ്, മനോഹരമായ ഒരു കൊട്ടാരം. ആ കൊട്ടാരത്തിലേക്ക് നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, ആ കൊട്ടാരത്തിൽ കൊട്ടാരത്തിൽ താമസിക്കുന്നവരെ കാണുകയാണ്. എനിക്കല്പം വെള്ളം തരുമോ? ഇല്ലേ, ഇല്ല, നിങ്ങൾക്ക് വെള്ളം തരൂല, നിങ്ങൾക്ക് വെള്ളം തരാൻ ഞങ്ങൾ ആരും തയ്യാറല്ല. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ അറിയുമോ മനുഷ്യ, ഈ മണിമാളിക നിങ്ങളുടേതായിരുന്നു, നിങ്ങളുടെ വീടായിരുന്നു, നിങ്ങളുടെ പേര് ഈ വീട്ടിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. മുഹറം 10 അന്ന് ഒരു ഫഖീറായ മനുഷ്യന് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് ഒരു ദിർഹം ചോദിച്ചില്ലേ? അത് കൊടുത്തില്ലല്ലോ. അത് കൊടുക്കാത്തതിന്റെ പേരിൽ നിങ്ങളുടെ പേരിൽ എഴുതി വെച്ച ഈ മഹത്തായ ഈ സ്വർഗീയമായ മണിമാളികയുടെ മുന്നിലെ ഒരു യഹൂദിയുടെ ആ പേരാണ് എഴുതി വച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, ഇത് അദ്ദേഹത്തിനുള്ളതാണ്. ഈ മനുഷ്യൻ ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണരുന്നു. സുബ്ഹാനല്ലാഹ്, എന്നിട്ട് ഈ യഹൂദിയായ മനുഷ്യനെ അന്വേഷിച്ചു പോവുകയാണ്. അല്ലയോ മനുഷ്യ, നിങ്ങൾ എന്ത് കാര്യമാണ് ചെയ്തത്? അപ്പോൾ പറഞ്ഞു, എൻ്റെ അടുക്കൽ ഒരു ഫഖീറായ മനുഷ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അയാൾ എന്നോട് നോമ്പ് തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ, പണം ആവശ്യപ്പെട്ടപ്പോ ഞാൻ 10 ദീനാർ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യുമോ? ആ 10 ദീനാറിന് പകരം ഞാൻ നിങ്ങൾക്ക് 100 ദീനാർ തരാം. നിങ്ങൾ ആ ചെയ്ത നന്മയുടെ പ്രതിഫലം എനിക്ക് തരുമോ? സുബ്ഹാനല്ലാഹ്, യഹൂദിയായ മനുഷ്യൻ പറയുകയാണ്, ഇല്ലേ, ഇല്ല, ഒരിക്കലും നിങ്ങൾക്ക് ഞാനത് തരൂല. കാരണം നിങ്ങൾ കണ്ട സ്വപ്നം ഞാനും കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രി കണ്ട സ്വപ്നം എന്താണെന്നറിയുമോ? ഞാൻ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരുന്നതാണ്, എന്നിട്ട് ഞാൻ സ്വർഗത്തിലേക്ക് ചെല്ലുന്നതാണ്. സ്വർഗത്തിലേക്ക് ചെന്നപ്പോ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച സ്വർണത്തിലെ ആ സ്വർഗത്തിലെ മണിമാളിക എനിക്ക് വേണ്ടി റബ്ബ് തയ്യാർ ചെയ്ത് നിങ്ങളുടെ പേരിന് പകരം എന്റെ പേര് എഴുതി ചേർക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളാ വലിയ പ്രതിഫലം കിട്ടുമെന്ന് വ്യാമോഹിക്കേണ്ടതില്ല. ഞാനത് കണ്ട നിമിഷം തന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലി അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നിട്ടുണ്ടെന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, പരിശുദ്ധമായ പവിത്രമായ മുഹറമിന്റെ ദിനരാത്രങ്ങള് വെറുതെ നഷ്ടപ്പെടുത്താനുള്ളതല്ല. പാവപ്പെട്ടവരെ സഹായിക്കുവാനും പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുവാനും അവരെ സഹായിക്കുവാനും നമ്മൾ മുന്നോട്ട് വരണേ. നല്ല ദിനരാത്രങ്ങളാണ്, നന്നായി പരിഗണിക്കണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ദിനരാത്രങ്ങളെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. ഇനിയുള്ള 10 ദിനരാത്രങ്ങൾ മദനിയത്തിൽ ഇൻഷാ അല്ലാഹ് ചൊല്ലേണ്ട ദിക്റുകളും പ്രത്യേകമായി ചൊല്ലേണ്ട ദിക്റുകളും ദുആകളും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. നാളെ ഞാൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ എന്റെ കൈ പിടിക്കണമെന്നല്ലെങ്കിൽ ഞാൻ കൈ പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു 3 ആളുകളെയെങ്കിലും തെരഞ്ഞെടുത്തുകൊണ്ട് വരുന്ന 10 ദിനരാത്രങ്ങളിലും നിങ്ങൾ ഈ മജ്ലിസിന്റെ ലിങ്കുകൾ
നിങ്ങൾ ഷെയർ ചെയ്യണം, ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ മഹത്തായ മദനീയം എന്ന മഹത്തായ പരിപാടിയുടെ വലിയ പ്രചാരകരായി എല്ലാവരിലേക്കും ഈ മഹത്തായ സന്ദേശം എത്തിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവുകയും ധാരാളം ആളുകളെ വൃത്തികേടുകളിൽ നിന്ന്, അനാവശ്യങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെയുള്ള മോശത്തരങ്ങളിൽ നിന്ന് അവരെ കൈപിടിയുയർത്തി നന്മയിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ പ്രവർത്തനത്തിൽ നിങ്ങളെല്ലാവരും കൂടെയുണ്ടാകണമെന്ന് സാന്ദർഭികമായി എല്ലാ മദനീയം കുടുംബങ്ങളോടും എല്ലാ മുത്തുമൂമിനീങ്ങളോടും മുത്തുമൂമിനാത്തുകളോടും അഭ്യർത്ഥിക്കുകയാണ്. വലിയ പ്രയാസകരമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമുദായത്തിലെ ഒരുപക്ഷെ നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത വലിയ വിഷയങ്ങളാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. കഴിഞ്ഞ